ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഡോക്ടർ വിദ്യയുടെ ഡോക്ടർ വിദ്യാസ് ചാർക്കോൾ മഡ് മാസ്ക്. അതെ, ചാർക്കോൾ മഡ് മാസ്ക് ആണ് കേട്ടോ. പൊതുവേ ഞാൻ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ ഒരു 2 വീക്സിന് മുകളിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിവ്യൂ പറയാറ്. പക്ഷേ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ ഫാനാക്കി കളഞ്ഞൊരു പ്രോഡക്റ്റാണ്. സംഭവം ഇത് നമ്മുടെ ചാർക്കോൾ, എന്താ പറയുക, ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഈ ഇടയായിട്ട് എന്തുകൊണ്ടാണ് അതിന് പറയുന്നത്, ഈ ഗുവാഷ വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി എന്തെങ്കിലും ഒരു ഓയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ ഓയിൽ പൊതുവേ എൻ്റെ സ്കിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുരു വരുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണമയം ഉള്ള സ്കിന്നാണെങ്കിൽ എണ്ണമയം പെട്ടെന്ന് വലിച്ചെടുക്കും. അതായത് ഈ ഓയിലി സ്കിന്നിനൊക്കെ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ സ്കിൻ ഓയിലി അല്ലാണ്ട് കൂടി ഞാൻ ഡെയിലി ഈ ഓയിൽ മസാജ് വെച്ച് ചെയ്യില്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ കുരു വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒറ്റ ദിവസത്തിൽ തന്നെ എനിക്ക് ആ ഒരു എന്താ പറയുക, ആ കുരു വരുന്നത് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ, ബെൻറ്റനൈറ്റ് ക്ലേ, പിന്നെ അലോവേറ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ പോറ്, ഇതൊക്കെ ബേസിക്കലി ഒരു മൊത്തത്തിലൊരു ക്ലെൻസിങ് ആണ് നമ്മുടെ ഈ ഒരു ചാർക്കോൾ മാസ്ക് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ പൊതുവെ ഒരു മാസ്കും എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് മാക്സിമം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഭയങ്കര ഒറ്റ യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര റിസൾട്ട് ഫീൽ ചെയ്തു. അതായത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ മുഖമൊക്കെ നല്ല ക്ലീനായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു എണ്ണമയം പെട്ടെന്ന് പോയി കിട്ടുന്ന പോലെ ഒരു ഇത് ചെയ്തു. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ, ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെയാണ് നമ്മുടെ മാസ്ക് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഓർക്കണം, വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരോട് മുൻകൂട്ടി മാസ്ക് തേക്കാമെന്ന് പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം ഈ കള്ളന്മാർ മുഖത്ത് പെയിൻ്റ് അടിച്ച പോലെ ഒരു നല്ല തിക്ക് ബ്ലാക്ക് കളറാണ്. കാണിച്ചു തരാം, കേട്ടോ. ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ബാക്കി വിട്ടിട്ട് ഫുൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീൻ ആലോചിച്ച് നോക്ക്. നല്ലൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരോട് പറയാത്തിടരുത്. ഭർത്താവും കുട്ടികളൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലാക്ക് മാസ്ക് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി വാതിലടച്ചിട്ട് വേണം നമ്മുടെ മാസ്ക് ഇടാൻ. ഒരു 15 to 20 മിനിറ്റ്സ് മതി ഇത് ഇട്ടിട്ട് ഇരിക്കാൻ. മാസ്ക് ഇട്ടതിന് ശേഷം വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ, മുഖത്ത് മൂവ്മെൻറ്റ്സ് ഒന്നും പാടില്ല, ചുളിവുകൾ വീഴുമെന്നാണ് പറയുന്നത്. മാസ്ക് ഇട്ടതിന് ശേഷം ഒരു 15-20 മിനിറ്റ്സിന് കഴിഞ്ഞ് അത് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യണം. ഇതാണ് ഇത് യൂസ് ചെയ്യേണ്ട രീതി. ഇതിൻ്റെ ബെനിഫിറ്റ്സിൽ പറഞ്ഞേക്കുന്നത് ഡീപ് ക്ലിൻസിങ്, ഡീടോക്സിഫൈങ്, അബ്സോർബ്സ് എക്സസ് ഓയിൽ ആൻഡ് ഇംപ്യൂരിറ്റീസ്, റെഡ്യൂസസ് പോസ് ആൻഡ് ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ, ഗുഡ് ഫോർ ഓയിലി സ്കിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഓയിലി സ്കിന്ന് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലെങ്കിൽ പെട്ടെന്ന് കുരുവൊക്കെ വരുന്ന ടൈപ്പ് സ്കിന്നുള്ളവർ എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നമ്മുടെ ഡോക്ടർ വിദ്യാസിൻ്റെ ചാർക്കോൾ മഡ് മാസ്ക്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.